നമസ്കാരം. റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വന്തം. പെനാൽറ്റി ഷൂട്ടൗട്ടിന്റെ ഭാഗ്യ നിർഭാഗ്യങ്ങളിൽപ്പെട്ട് ചിലർ ജേതാക്കളാവാറുണ്ട്, ചിലർ തലകുനിച്ചും മടങ്ങാറുമുണ്ട്. ഇത് ഫുട്ബോളിൽ നമ്മൾ കാണാറുള്ളതാണ്. പലരും പെനാൽറ്റി ഷൂട്ടൗട്ടിനെ ലെക്ക് എന്ന രൂപത്തിൽ തന്നെയാണ് കാണുന്നത്. അതിൽ നല്ല ലെക്ക് ഫാക്ടർ ഉണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇപ്പോൾ സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ സെമി ഫൈനൽ മത്സരത്തിൽ അൽ അഹിലിയെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ തോൽപ്പിച്ചതിന് ശേഷം അൽ ഹിലാലിന്റെ പോർച്ചുഗീസ് പരിശീലകൻ ഹോർഗെ ജീസസ് പറയുന്നു, പെനാൽറ്റിയിൽ ജയിക്കുന്നത് ലെക്കല്ല, ഞങ്ങൾ ഇത്തരം കളികൾ ജയിക്കാൻ പരിചയമുള്ളവരാണ് എന്ന്. ഇന്നലത്തെ സൂപ്പർ കപ്പ് മത്സരം 1-1 സമനിലയായിരുന്നു. കളിയുടെ 60 മിനിറ്റ് കഴിയുമ്പോൾ റോബർട്ടോ ഫെർമിനോയുടെ ഗോളില് അൽ അഹിലി മുന്നിലെത്തിയെങ്കിലും 90 മിനിറ്റിലെത്തുമ്പോൾ മിട്രോവിച്ചിന്റെ ഗോളിലൂടെ അൽ ഹിലാല് തിരിച്ചടിച്ചു. ഒടുവിൽ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ 4-1 അൽ അഹിലിയെ തോൽപ്പിച്ചു അൽ ഹിലാല്. അതിൽ യാസിൻ ബോനോയുടെ സേവ് ഉണ്ടായിരുന്നു, ഇബാനസിന്റെ ഷോട്ട് ബാറിന് മുകളിലൂടെ പറന്നതുണ്ടായിരുന്നു. എല്ലാം ചേർത്ത് 4-1 അവർ വിജയിച്ചു കയറിയപ്പോൾ കോച്ച് പറയുന്നു, ഞങ്ങൾ ജയിച്ചത് ലെക്കല്ല. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക്, ഹോർഗെ ജീസസിന്റെ വാക്കുകളിലേക്ക് പോകുന്നു. അദ്ദേഹം പറയുന്നു, പെനാൽറ്റീസിൽ വിജയിക്കുക എന്നുള്ളത് ലെക്കൊന്നുമല്ല, ഞങ്ങൾക്ക് ഹൈ ക്വാളിറ്റി ടീമുണ്ട്, ഇത്തരത്തിലുള്ള മത്സരങ്ങൾ വിജയിക്കാൻ കെൽപ്പുള്ള ഹൈ ക്വാളിറ്റി ടീമാണ് ഞങ്ങളുടേത്, അതുകൊണ്ട് ഇതൊരു ലെക്ക് ആയ വിജയമായിട്ട് ഞാൻ കാണുന്നില്ല. പിന്നെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്കൊരു ക്വാളിറ്റി ഗോൾ കീപ്പർ ഉണ്ട്. ഞങ്ങൾ ലെക്ക് കൊണ്ട് ഫൈനലിലേക്ക് ക്വാളിഫൈ ചെയ്തവരല്ല, ഞങ്ങളുടെ വിജയം ലെക്കല്ല, ഇതിനു വേണ്ടി ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ട്, ഞങ്ങൾക്കൊരു ഗ്രേറ്റ് ഗോൾ കീപ്പർ ഉണ്ട്, ഗ്രേറ്റ് പൊട്ടൻഷ്യൽ ഉള്ള ഗോൾ കീപ്പർ ഉണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ ഫൈനലിലേക്ക് കടന്നത് എന്ന് ഹോർഗെ ജീസസ് പറയുന്നത്. എന്തായാലും ഫൈനൽ മത്സരത്തിൽ ആരായിരിക്കും അൽ ഹിലാലിന്റെ എതിരാളികൾ എന്നുള്ളത് ഇന്നറിയാം. അൽ തവൂനും അൽ നസറും തമ്മിലാണ് ഇന്നത്തെ 2ാം സെമി ഫൈനൽ മത്സരം. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഓഫ് ഫുട്ബോൾ.